നീ ആ സ്വത്തുക്കളൊന്നും വേണ്ടാന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തെന്ന് കേട്ടു. എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ ചോദിച്ച കേട്ടില്ലേ? എഴുതി ഒപ്പിട്ട് കൊടുത്തോന്ന്. എഴുതി കൊടുത്തു. നീ ഇത്ര വിഡ്ഢിയാണോ? എന്തിനാ അങ്ങനെ എഴുതി കൊടുത്തത്? ഞാൻ പ്രതാപവർമ്മയുടെ മകളല്ലാത്തതുകൊണ്ട് എനിക്ക് അർഹതയില്ലാത്ത സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറഞ്ഞു എന്ന് കരുതി എന്റെ മോൾ അതൊന്നും വിശ്വസിക്കരുത്. ആ കേട്ടതൊന്നും സത്യമല്ല. ഞാൻ കേട്ടത് എന്റെ അച്ഛനായിരുന്ന ആളുടെ നാവിന്ന് മാത്രമല്ല, എന്നെ ജനിപ്പിച്ച ആളുടെ നാവിന്നും ഞാനത് കേട്ടതാ. നീ നിന്റെ അമ്മയെ അവിശ്വസിക്കുകയാണ്. പക്ഷെ ഞാൻ എന്റെ മോളെ അവിശ്വസിക്കില്ല. കാര്യം ഞാൻ എന്റെ മോളെ കണ്ടിട്ട് വർഷങ്ങളായി. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്റെ മോൾക്ക് ആരെയും ചതിക്കാനാവില്ല. സ്നേഹിക്കാനേ അറിയാവൂ. ഇനി ഞാനതൊന്നും വിശ്വസിക്കില്ല അമ്മമ്മേ. ഏതായാലും എന്റെ ഹൃദയം തകർന്നു പോയി. ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആവതും ശ്രമിക്കും. എന്റെ മുൻപിൽ എന്നെ പ്രസവിച്ച സ്ത്രീയുടെ ന്യായീകരണമൊന്നും അമ്മമ്മ നോക്കണ്ട. എത്ര ന്യായീകരിച്ചാലും. രാജു, നീ എങ്കിൽ അവള് പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. അവൾ അറിഞ്ഞതൊന്നും സത്യമല്ലാന്ന്. വർമ്മ സാറ് തുറന്നു പറഞ്ഞില്ലേ അമ്മമ്മേ? സാറ് പറഞ്ഞത് നുണയാവൂ? രാജു, ഇതിന്റെയൊക്കെ പിന്നിൽ അംബികയാണ്. അവൾ ഉണ്ടാക്കിയ കള്ളക്കഥകളില് നിങ്ങൾ അങ്ങ് വീണു. പക്ഷെ ഇതിന്റെ സത്യം എന്തായാലും ഒരു നാൾ പുറത്തു വരും. അന്ന് നിങ്ങൾ എല്ലാരും വിഷമിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. പ്രതാപന്റെ സ്വത്തുക്കൾ ഋതുമോള് വേണ്ടാന്ന് വെച്ചാ അതെ, ആ അംബികയെ മകനുകൂടി കൊണ്ടുപോകും. വല്ല അനാഥാലയങ്ങൾക്കോ അതുപോലുള്ള വല്ല ചാരിറ്റികൾക്കോ എഴുതി കൊടുത്താലും അംബികയ്ക്ക് മോനും അത് കൊടുക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഋതിക അത് എഴുതി കൊടുത്തു പോയില്ല അമ്മമ്മേ. വെറും ഒരു പത്രത്തിൽ എഴുതി കൊടുത്തെന്ന് കരുതി അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടോ? രജിസ്റ്റർ ഓഫീസ് പോയി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവൂ. അതെന്തോ ആവട്ടെ, അതൊക്കെ പോയാലും നിനക്കും ഋതുമോൾക്കും സൂര്യമംഗലത്തെ സ്വത്തുക്കളുണ്ട്. ഞാൻ എഴുതി തന്ന സ്വത്തുക്കൾ. അതെ, ആർക്ക് എഴുതി കൊടുക്കരുതെന്ന് അവളോട് പറയണം. അവൾ എടുത്തു ചാടി എടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റായി പോകുന്നുണ്ട്. നീ അത് ശ്രദ്ധിച്ചോണം. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മമ്മേ. ഇതെവിടെ നടിച്ചതാ? എവിടെ നടിച്ചാണെന്ന്? ഇതൊന്നാം തരം കള്ളനോട്ടുകളാ. ഈ മയക്കുമരുന്നുകളും കള്ളനോട്ടുകളുമായി നീ എങ്ങോട്ടാടി പോകുന്നേ? സാർ, ഞാൻ നിരപരാധിയാ. ഇതെനിക്ക് മറ്റൊരാൾ തന്നതാ. സാർ എന്നെ രക്ഷിക്കണം. ആരാ നിനക്ക് തന്നത്? മിസ്റ്റർ ദീപക്, മിനിസ്റ്റർ പ്രതാപവർമ്മ സാറിന്റെ മരുമകനാ. അവന്റെ നമ്പർ ഒന്ന്. ഹലോ, മിസ്റ്റർ ദീപക് അല്ലേ? അതെ, പോലീസാ വിളിക്കുന്നേ. നിങ്ങൾ ഈ റെയിൽവേ ബ്രിഡ്ജിന്റെ താഴെ നിന്ന് വരണം. ഒരു വിവരം ചോദിച്ചറിയാനാ. ഇപ്പൊ വരാം സാർ. അത്
റീതിക എന്റെ മകളാണെന്ന്. കാളെ പെറ്റോന്ന് കേട്ടു, കയറെടുത്തു. ആരെങ്കിലും പറയുന്നതിന്റെ അച്ചവും മുറിയും കേട്ടിട്ടാണ് ഒരു കാര്യം വിശ്വസിക്കുന്നത്. അതും ഇത്രയും മോശമായ കാര്യങ്ങള്. പിന്നെ എന്താ അച്ഛാ ജഗന്നാഥൻ അങ്കിൾ പറഞ്ഞ? ഇത് ഇന്നലെ എന്നോട് ചോദിക്കായിരുന്നില്ലേ? എന്നാ പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവോ? ആ, ഞങ്ങൾ സംസാരിച്ചത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറയാം. എന്റെ പെങ്ങളായ പത്മയുടെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് എന്റെ ആത്മസുഹൃത്തായ പ്രതാപൻ വിശ്വസിച്ചു. ആ ദുഷ്ടസ്ത്രീ അംബിക, അവൾ മെനഞ്ഞുണ്ടാക്കിയ ഈ കള്ളക്കഥ ഒടുവിൽ പ്രതാപൻ വിശ്വസിക്കേണ്ടി വന്നു. റീതിക എന്റെ മകളാണെന്ന്. ഇതാണോ സത്യം? ഇത് മാത്രമാണ് സത്യം. എടാ, ജഗന്നാഥിനെയും പത്മാവതിയും മാഡത്തെയൊക്കെ എത്ര കൊല്ലമായിട്ട് ഞാൻ കാണുന്നറിയോ? അവരൊക്കെ തങ്കപ്പെട്ട മനുഷ്യരടാ. അവരാരും ഒരു തെറ്റും ചെയ്യില്ല. ഇതാ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ വേണ്ടി ആ അംബിക മെനഞ്ഞ കള്ള കഥകളാ.